ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാക്കൂർ എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 33 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് കൂത്താട്ടോളം. പിന്നെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പിറവുണ്ട്, 14 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു നമ്മുടെ മൂവാറ്റുപുഴ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാക്കൂർ എന്ന് പറഞ്ഞാൽ. കാക്കൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാക്കൂർ കാളവേലി അത്യാവശ്യം ഫേമസ് ആയ സാധനമാണ്, യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാവും. ആ കാളവേലി നടക്കുന്ന നമ്മുടെ കാക്കൂരിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, ഇത് കണ്ടില്ലേ, ഇതേ നെൽകൃഷികളൊക്കെയുള്ള ചെറിയൊരു ഗ്രാമമാണ്. കൃഷികളാണ് മെയിനായിട്ടുള്ളത്. നെല്ല്, പിന്നെ പൈനാപ്പിള്, വാഴ, അങ്ങനെ പലതരം കൃഷികൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ എന്തു പറയുക, എല്ലാവരും പുറത്തേക്ക് പോയിട്ട് ഇതേ ആ കാണുന്ന വീട് കണ്ടോ, ആ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലമായിരുന്നു കേട്ടോ. അത് കൊടുത്തു, ഇപ്പോൾ വേറെ കൊടുത്തത്. അപ്പോൾ വെട്ട സിനിമയ്ക്കകത്ത് ദിലീപ് പറയുന്നൊരു ഡയലോഗില്ലേ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളായിരുന്നു, എല്ലാം വിറ്റ് നശിപ്പിച്ചതാ ആര്, കാരണവന്മാരൊക്കെ ആയിട്ട്. അതിൽ ദിലീപാണ് നശിപ്പിക്കുന്നത്, പക്ഷേ ഇതിൽ കാരണവന്മാരായിട്ട് കൊടുത്ത സ്ഥലങ്ങളാണ്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ വയലിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതൊരു ബണ്ട് പോലെ കെട്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ള കേട്ടോ. നമ്മുടെ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേനും കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതിലൂടെ ഓവിചാലിലൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നമ്മുടെ കൃഷിയിലേക്ക് പാസ് ചെയ്യും. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് തോട്, ആ തോട്ടിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ വിടുന്നത്. ഇപ്പോൾ വൈകുന്നേരമായി, ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു 5 മണി കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ പിന്നെ പണി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇല്ല, അവരിവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരിവിടെ നിന്നൊരു കുളിയും കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ വലിച്ചുകൊണ്ട് ഇതിലൂടെയൊക്കെ നടന്നങ്ങ് പോകും. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ പച്ചപ്പ്, നല്ല ഫുള്ള് പച്ചപ്പായിരുന്നു. ഇപ്പോൾ ഇത് കൊയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തോടിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം അങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലല്ലോ, അത്യാവശ്യം വെള്ളം കുറവാണ്. തോടിൻ്റെ ഈ കനാലിൻ്റെ സൈഡിലെ ചെറിയ ചെറിയ വഴുതനങ്ങയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലങ്ങളും പഴക്കത്തില്ല, നല്ല കാര്യം കേട്ടോ. പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം അല്ലേ, വാഴക്കുളത്തേക്കൊക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് പൈനാപ്പിളൊക്കെ പോകുന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വന്ന സമയത്ത് അവൾ എന്നോട് പറയായിരുന്നു, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൈനാപ്പിൾ ആണല്ലോ എന്ന്. അപ്പം നമുക്ക് പൈനാപ്പിൾ കുറേ സ്ഥലങ്ങളിലൂടെ കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വഴിയൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ. ഇത് ഒരു ഏരിയ മൊത്തം ഉണ്ട്, ഇതൊരു ചെറിയൊരു കുന്നുപോലത്തെ സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഏരിയ അങ്ങോട്ട് മൊത്തം ലെവലാക്കിയിട്ട് അങ്ങ് പൈനാപ്പിൾ വെച്ച് മുടിച്ചേക്കുക. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ജസ്റ്റ് ഇപ്പോൾ വൈകുന്നേരം ലൈറ്റ് പോകാറായി, അപ്പം ഞങ്ങളൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്ന കേട്ടോ. ഞാനിപ്പോൾ നിൽക്കണ കണ്ടില്ലേ, പയറിൻ്റെ നടക്കട്ടോ, പയറിൻ്റെ കൃഷിയില്ലേ. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ മൊത്തം പയർ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇപ്പം ആയി വരുന്നുള്ളത്. പയറിൻ്റെ പേരെന്താണോ, ഇത് എന്തോ ഒരു പയർ, നാടൻ പയറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ അല്ല, അങ്ങനെ തന്നെയാണ്. എൻ്റെ പിറകിൽ കാണുന്നതാണ് കാക്കൂർ ആമ്പശ്ശേരിക്കാവ് അമ്പലം. ഈ അമ്പലവും പിന്നെ ഇടപ്രക്കാവ് എന്ന് പറഞ്ഞ വേറൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് കാക്കൂർ കാളവേലി നടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2018 എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ സിനിമയ്ക്കകത്ത് ടോവിന് ഒരു പാട്ട് സീൻ ഈ അമ്പലത്തിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഈ അമ്പലത്തിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഈ മാസമാണ് ഈ ഇവിടുത്തെ ഉത്സവം, കാക്കൂർ കാളവേലി നടക്കുന്നത് ഈ മാസമാണ്. ഈ മാസം മീൻസ് ഫെബ്രുവരി. എൻ്റെ ഈ പിറകിൽ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെയാണ് കാളയോട്ടം നടക്കുന്ന സ്ഥലം കേട്ടോ. കാളയോട്ടം, പിന്നെ മഡ് ഫുട്ബോള്, പിന്നെ അങ്ങനെ ചെളി സംബന്ധമായ എല്ലാ സാധനങ്ങളും ഇവിടെ നടക്കുന്നത്. ഈ ഇപ്പോൾ കിടക്കുന്ന ഈ പാടം ഉണ്ടല്ലോ, ആ ഉഴുതൊന്നും കൂടെ മറയ്ക്കും. അപ്പോൾ മൊത്തം ചെളിയായിരിക്കും, അതിൽ വെച്ച് കാളകളെ ഓടിക്കും. ഇപ്പോൾ കാളയോട്ടം അങ്ങനെ നടക്കാറില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ റേസിംഗ് ഉണ്ടല്ലോ, കാർ റേസ്, അങ്ങനെ കാർ റേസ്, ബൈക്ക് റേസ്, അങ്ങനെ ലോറി റേസ് വരെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പ്രാവശ്യം എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. അതായത് തൊട്ട് ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിൽ ഞങ്ങൾ പോയിട്ട് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനേക്കാളും നല്ല ഇവിടെ ഒരു ഐഡിയ പറഞ്ഞായിരുന്നു. നമ്മുടെ അണ്ടിച്ചർ ഷാപ്പ് എന്ന് പറഞ്ഞ ഷാപ്പുണ്ട് ഇവിടെ. ജിത്തു ജോസഫൊക്കെ ഇല്ലേ, ജിത്തു ജോസഫ് വന്നിട്ടുണ്ട്. പിന്നെ ഷാപ്പിലൊക്കെ അറിയുന്ന നാവിലെ രുചിയോ, ആ ടീമൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫേമസ് ഷാപ്പാണ് അണ്ടിച്ചർ ഷാപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. ഷാപ്പിലിപ്പോൾ തുറന്നിട്ടുണ്ടോ 7 മണിക്ക് 8 മണിക്ക് അങ്ങനെ അടയ്ക്കണമെന്ന് തോന്നണേ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നല്ല പൊറോട്ടയും ബീഫും കിട്ടുവാണെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ കപ്പയും മീനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ഷാപ്പ് അടച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ടിച്ചിറ ഷാപ്പ്. നമുക്ക് ഭാഗ്യമില്ല, ഷാപ്പ് അടച്ചിട്ടേക്കാണ്.
ഇവിടെയാണ് കള്ളു കുടിക്കുന്ന സ്ഥലം. ഇവിടെ കള്ളു കുടിക്കാം, ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. രണ്ടും രണ്ടായിട്ട് തന്നെ വേർതിരിച്ചേക്കുവാണ്. ഷാപ്പ് നേരത്തെ അടച്ചാണോ എന്ന് അറിയത്തില്ല, എന്തായാലും അടഞ്ഞു കിടക്കാണ്. ഇവിടെയാണ് നമ്മുടെ ജിത്തു ജോസഫ് ഒക്കെ വന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷമായിട്ട് ഇവിടെ ഡെവലപ്മെന്റ് ആകാൻ തുടങ്ങിയത്. ഭയങ്കരമായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ ഷാപ്പിലെ കറിയും നാവിലെ രുചി അതും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെന്നാണ് കേട്ടെ. അങ്ങനെ ഞങ്ങള് അന്തിച്ചറ ഷാപ്പിൽ നിന്ന് നേരെ പിറവത്തുള്ള ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടാണ്. ഇവിടെ നല്ല ഫുഡാണ്, ഞങ്ങൾ എപ്പോഴും വന്ന് ഇവിടെ കഴിക്കാറുള്ളതാണ്. ഞങ്ങളുടെ വായി കേട്ടാ വായിക്ക് ഞങ്ങള് എപ്പോ വന്നു കഴിഞ്ഞാലും ഇവർക്ക് വാട്ടർമെലൻ ജ്യൂസ് പറയാതെ തന്നെ ഓർഡർ ചെയ്യും. നമ്മളെപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനമാണ്. അപ്പോ ഇപ്പൊ രാത്രി 7:30 ആയിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആട്ടോ ഇത്. മൊത്തമായിട്ട് ഞങ്ങൾ നാടിനെ പരിചയപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. അപ്പോ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. പറ്റുവാണെങ്കിൽ ഉത്സവത്തിനൊക്കെ നമ്മുടെ കാക്കൂർ താളവേലും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.